ഓക്കെ, അപ്പോ വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചു അവയർനെസ്, ആക്സെപ്റ്റൻസ് ആൻഡ് അക്കംപനിമെന്റ് ആണ് ഈ മിനിസ്ട്രിയുടെ 3A എന്നുള്ളത്. നിങ്ങൾ അതിന്റെ ആദ്യത്തെ 3 മണിക്കൂറുള്ള ക്ലാസ് കഴിയുന്നവർക്കാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രിയിൽ പങ്കുവരാൻ വേണ്ടി. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കുന്ന എന്താണ്? ഇറ്റ് ഇസ് എ മിനിസ്ട്രി ഓഫ് പ്രസൻസ്. നമ്മുടെ സാന്നിധ്യം ആണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് ഈ മെന്റൽ ഹെൽത്ത് സ്ട്രഗിളിലൂടെ പോകുന്നവരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കണം. ഇറ്റ് ഇസ് എ സർവീസ് ആൻഡ് ഓൾസോ എ പ്രേയർഫുൾ കമ്പാനിയൻഷിപ്പ്. പ്രാർത്ഥനാപൂർവം അവരുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്? അവരും ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളതാണ്. ദൈവത്തിന്റെ ആ മുഖം, മദർ തെരേസ പറയാറുണ്ടല്ലോ, ഞാൻ ഈ രോഗിയിൽ യേശുവിനെയാണ് കാണുന്നത്, യേശുവിന്റെ ശരീരമാണ് ഞാൻ കാണുന്നത് എന്നുള്ളത്. സോ ഇറ്റ് ഇസ് എ മിനിസ്ട്രി ഓഫ് പ്രസൻസ്, സർവീസ് ആൻഡ് പ്രയർഫുൾ കമ്പാനിയൻഷിപ്പ്. മൂന്നാമത്തെ ഒരു കാര്യം നമുക്കുള്ളത് ലിങ്കിങ് എന്നുള്ള ഒരു കപ്പാസിറ്റി അല്ല. ഈ മിനിസ്ട്രിയിൽ ലിങ്ക് വിത്ത് സർവീസ് പ്രൊവൈഡേഴ്സ്. എവിടെയാണ് അടുത്തുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉള്ളത്, എവിടെയാണ് അടുത്തുള്ള ഒരു കാത്തലിക് സൈക്കാട്രിസ്റ്റ് ഉള്ളത്, ഒരു ഹോസ്പിറ്റൽ ഉള്ളത്, ഒരു കൗൺസിലിംഗ് സെന്റർ ഉള്ളത്, അവിടെയൊക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ ഒരു കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്റ്ററിന് സാധിക്കും. ഇറ്റ് ഈസ് എ കൾച്ചർ, ഒരു കൾച്ചറും കൂടിയാണ് കാത്തലിക് മെന്റൽ ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുന്നത്. എന്താണ്? എ കൾച്ചർ ഓഫ് ലവ് അല്ലെ. ഈശോ എന്താ പറയണത്? നിങ്ങൾക്ക് ഞാൻ നൽകുന്ന വലിയ കൽപ്പന സ്നേഹിക്കുക എന്നാണ്. അപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹം വേണ്ടത് മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകളിലേക്കാണ്. അപ്പൊ അവരെ സ്നേഹിക്കുക എന്നുള്ളത് ഈ മിനിസ്ട്രിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ദൈവത്തിന്റെ കൽപ്പന തന്നെയാണ് നാം പാലിക്കുന്നത്.